അമൃത് ഭാരത് ട്രെയിനുകൾ യാത്ര തുടങ്ങി. ജനറൽ കോച്ചുകൾക്ക് രാജകീയ സൗകര്യം. ഇന്ത്യൻ റെയിൽവേയുടെ പുത്തൻ തലമുറ അമൃത് ഭാരത് എക്സ്പ്രസുകൾ സംസ്ഥാനത്തും ഓടിത്തുടങ്ങി. തിരുവനന്തപുരത്തു നിന്നുള്ള 3 ട്രെയിനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ചൊവ്വാഴ്ച മുതൽ ഇവ റെയിൽവേ പ്രഖ്യാപിച്ച സമയ പട്ടികയിൽ ഓടിത്തുടങ്ങും. കൂടുതൽ ജനറൽ കോച്ചുകളുള്ള ട്രെയിനുകളാണ് അമൃത് ഭാരത്. 22 കോച്ചുള്ള തീവണ്ടിയിൽ 8 സ്ലീപ്പർ കോച്ചുകൾ ഒഴികെയുള്ളവ ജനറൽ സീറ്റ് വിഭാഗത്തിലുള്ളവയാണ്. കൂടുതൽ ജനറൽ കോച്ചുകളുള്ള ട്രെയിനുകളാണ് അമൃത് ഭാരത്. 22 കോച്ചുള്ള തീവണ്ടിയിൽ 8 സ്ലീപ്പർ കോച്ചുകൾ ഒഴികെയുള്ളവ ജനറൽ സീറ്റിംഗ് വിഭാഗത്തിൽപ്പെടുന്നവയാണ്. പുഷ്പുൾ സാങ്കേതിക വിദ്യ ആയതിനാൽ പെട്ടെന്ന് വേഗമെടുക്കാനാകും. എയർ സ്പ്രിംഗ് സസ്പെൻഷൻ, മികച്ച കുഷ്യൻ സീറ്റുകൾ, മൊബൈൽ ചാർജിംഗ് സൗകര്യം, റീഡിംഗ് ലൈറ്റുകൾ എന്നിവയുമുണ്ട്. 3 അമൃത് ഭാരതുകളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിക്കുന്നവെന്ന പ്രത്യേകതയും അമൃത് ഭാരത് ട്രെയിനുകൾക്കുണ്ട്. നാഗർകോവിൽ മംഗളൂർ അമൃത് ഭാരത് ചൊവ്വാഴ്ചകളിൽ രാവിലെ 11:40 പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ 5 മംഗളൂരിലെത്തും. അന്നേ ദിവസമുള്ള മടക്കയാത്രയിൽ മംഗളൂരിൽ നിന്നും രാവിലെ 8 പുറപ്പെട്ട് രാത്രി 10:05 നാഗർകോവിലിൽ എത്തും. തിരുവനന്തപുരം, കോട്ടയം, ഷൊർണൂർ വഴിയാണ് യാത്ര. താമ്പരം തിരുവനന്തപുരം അമൃത് ഭാരത് ബുധനാഴ്ചയിൽ വൈകിട്ട് 5:30 പുറപ്പെട്ട് വ്യാഴാഴ്ച രാവിലെ 8 തിരുവനന്തപുരത്തെത്തും. തിരികെ യാത്ര ചൊവ്വാഴ്ച പുറപ്പെടും. രാവിലെ 10:40 പുറപ്പെട്ട് അന്ന് രാത്രി 11:45 താമ്പൂരത്തെത്തും. മധുര നാഗർകോവിൽ വഴിയാണ് യാത്ര. ചാർലാപ്പള്ളി തിരുവനന്തപുരം അമൃത് ഭാരത് ചാർലാപ്പള്ളിയിൽ നിന്നും ചൊവ്വാഴ്ച രാവിലെ 7:15 പുറപ്പെട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:45 തിരുവനന്തപുരത്തെത്തും. അന്നേ ദിവസം വൈകിട്ട് 5:30 പുറപ്പെട്ട് വ്യാഴാഴ്ച രാത്രി 11:30 ചാർലാപ്പള്ളിയിലെത്തും. കോട്ടയം, എറണാകുളം, ജോലാർപേട്ട, ഗുണ്ടൂർ വഴിയാണ് യാത്ര. നാഗർകോവിൽ, മംഗലാപുരം, ചാർലാപ്പള്ളി, തിരുവനന്തപുരം വണ്ടികൾ 27-നും താമ്പൂരം തിരുവനന്തപുരം വണ്ടി 28-നും സർവീസ് തുടങ്ങുന്നത്.